സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഇതിൽ പ്രധാനമായും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൺസെപ്റ്റുകൾ ഒന്ന് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, പിന്നെ അടുത്ത് വരുന്ന ഫ്ലോ, പിന്നെ അടുത്ത് വരുന്ന കൺസെപ്റ്റ് വരുന്നത് മീനിങ് ഫുൾ വർക്ക്, പിന്നെ വരുന്നത് എംപ്ലോയി എൻഗേജ്മെന്റ്, പിന്നെ അടുത്തത് വരുന്നത് വെൽബീയിങ്, അടുത്ത് വരുന്നത് പോസിറ്റീവ് സൈക്കോളജി ഇന്നോവേഷൻ അറ്റ് വർക്ക്. ഈ കൺസെപ്റ്റുകളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതില് എല്ലാം നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകൾ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ അത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, സൈക്യാപ് എന്ന് ഷോർട്ടായിട്ട് പറയും. അതിന്റെ PDF നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ജസ്റ്റ് അത് നോക്കുക. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനമാണ്. ഇപ്പൊ എക്കണോമിക്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അത് മൂലധനമാണ്, ക്യാപിറ്റലാണ്. പണം മാത്രമല്ല ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, മനുഷ്യ മൂലധനം ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അതുപോലെ ഒരു ക്യാപിറ്റലാണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാനസിക മൂലധനം. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ആ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ബിഹേവിയർ വരണം, അതൊക്കെ എന്താണ്? സൈക്കോളജിക്കൽ ക്യാപിറ്റലാണ്. ഒരു സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആ വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമുക്കറിയാം, നിങ്ങൾ PDF ജസ്റ്റ് നോക്കാം. ഈ മെറ്റീരിയൽ ഒക്കെ നമ്മുടെ ഇഗ്നോന്റെ മെറ്റീരിയൽ ആണ്, അത് ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നതാണ്. അപ്പൊ അതില് നമുക്കറിയാം 4 കോമ്പണൻസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെൽഫ് എഫിക്കസി, ഹോപ്പ്, റെസിലിയൻസ്, ഒപ്റ്റിമിസം. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസിനാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്ന് പറയാം. ഒരു ടാസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷനിലാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെയ്യാൻ എന്ന വിശ്വാസം, കോൺഫിഡൻസിനെയാണ് പറയാം. ഒരു സെൽഫ് എഫിക്കസി കോൺഫിഡൻസോട് കൂടി മുന്നേറാനും ഗോൾ അച്ചീവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആണ് സെൽഫ് എഫിക്കസി. കുറച്ച് ഫാസ്റ്റിൽ പോകുന്നുണ്ട്, ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അടുത്തതാണ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തില് പ്രതീക്ഷ എന്ന് പറയാം. രണ്ട് എലമെന്റ്സ് ഉണ്ട് ഹോപ്പിന്. ഒന്നാണ് വിൽ പവർ, അടുത്താണ് വേ പവർ. വിൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത്, ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഉണ്ടാവുന്ന നിരന്തരമായിട്ട് നിലനിൽക്കുന്ന ആ മോട്ടിവേഷനെയാണ് എന്ത് പറയാം? ആ ഡിറ്റർമിനേഷനെയാണ് എന്ത് പറയാം? വിൽ പവർ എന്ന് പറയാം. വേ പവർ എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ പാത്ത് വേസ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ള കഴിവിനെയാണ് എന്ത് പറയാം? എന്താണ്? വേ പവർ എന്ന് പറയാം. ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി, പല ആക്ടിവിറ്റീസും ചെയ്യുന്ന സമയത്ത്, ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ആരംഭിക്കുന്ന സമയത്ത് പല തടസ്സങ്ങളും വരാം. സമയത്ത് മറ്റൊരു പാത്തെ ഐഡന്റിഫൈ ചെയ്യുകയും അതിലൂടെ ആ ഗോൾ അച്ചീവ് ചെയ്യാനും എന്ത് സഹായിക്കും? വിൽ പവർ, വേ പവർ സഹായിക്കും. ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷയാണ്. പ്രതീക്ഷയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 2 എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, വിൽ പവറും വേ പവറും. അടുത്താണ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫെയിലിയർ എന്നോ ഒരു സെറ്റ് ബാക്ക് എന്നോ പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയാം? റെസിലിയൻസ് എന്ന് പറയാം. ഒരു ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി നിലനിൽക്കുന്ന സമയത്ത്, ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും തടസ്സമോ ഫെയിലിയറോ വരുന്ന സമയത്ത് അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാനും പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ആക്ടിവിറ്റിയിലേക്ക് വീണ്ടും
ഫോക്കസ് ചെയ്യാൻ കേൾക്കുന്നില്ലല്ലോ സാറേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. സാറേ കേൾക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കുന്നില്ല. സൗണ്ട് പോകുന്നുണ്ട്. അതെ അതെ. ബാൻഡ്വിഡ്ത്ത് കുറവാണ് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. ഒന്നൊന്ന് ശ്രദ്ധിക്കും. ഒന്ന് കട്ടായിരുന്നു. ഓക്കെ ഓക്കെ. എന്നാ ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഫസ്റ്റ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ചില കൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ് ആണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എക്കണോമിക്സിൽ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് അതിന്റെ ക്യാപിറ്റൽ ആണ്. പണം മാത്രമല്ല ക്യാപിറ്റൽ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു മനുഷ്യ മൂലധനം ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മൂലധനമാണ് ക്യാപിറ്റൽ ആണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനാണ് എന്ത് പറയാം? സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറയാം. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് ആണ് പോസിറ്റീവ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ PDF നോക്കാം. നമ്മളെ ഇഗ്നോന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് ക്യാപിറ്റലിനെ 4 കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് സെൽഫ് എഫിക്കസി, അടുത്താണ് ഹോപ്പ്, അടുത്തതാണ് റെസിലിയൻസ്, അടുത്തതാണ് ഒപ്റ്റിമിസം. ഇതില് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ, ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഗോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന സമയത്ത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന ആ വ്യക്തിയുടെ കോൺഫിഡൻസിനെയാണ് എന്ന് പറയാം സെൽഫ് എഫിക്കസി എന്ന് പറയാം. ഒരു വ്യക്തിയുടെ സെൽഫ് കോൺഫിഡൻസിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയാം. ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഈ സെൽഫ് എഫിക്കസി അദ്ദേഹത്തിന് ഉണ്ടാവുന്ന തടസ്സങ്ങളെ പെട്ടെന്ന് എന്ത് ചെയ്യും? നീക്കാൻ സഹായിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷെ കോൺഫിഡൻസ് ഉള്ള വ്യക്തിക്ക് പെട്ടെന്ന് ആ ടാസ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അടുത്താണ് നമ്മൾ സെക്കൻഡ് പറഞ്ഞ ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രതീക്ഷ എന്ന് പറയാം. ഹോപ്പിനെ ഇവിടെ 2 എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ടെക്സ്റ്റില്. ഒന്നാണ് വിൽ പവർ, മറ്റൊന്നാണ് വേ പവർ. വിൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി, ഒരു ടാസ്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിരന്തരം ഉണ്ടാകുന്ന മോട്ടിവേഷനെയാണെന്ന് പറയാം വിൽ പവർ എന്ന് പറയാം. ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആ ടാസ്ക് അവസാനിക്കുന്നത് വരെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മോട്ടിവേഷനെയാണ് വിൽ പവർ എന്ന് പറയാം. വേ പവർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പാത്വേസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവിനെയാണെന്ന് പറയാം വേ പവർ എന്ന് പറയാം. നമ്മൾ ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ, ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് കിട്ടുന്ന ടാസ്ക് മൾട്ടിപ്പിൾ വ്യത്യസ്ത വഴികളിലൂടെ അച്ചീവ് ചെയ്യാനുള്ള കഴിവാണ്. ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സം വന്നാൽ ആ തടസ്സത്തോടു കൂടി ആ പ്രവൃത്തി അവിടെ നിർത്തുകയല്ല, മറ്റൊരു വഴി തിരഞ്ഞെടുത്തിട്ട് ആ ലക്ഷ്യത്തിലെത്താൻ ഈ വ്യക്തിയെ സഹായിക്കുന്നുണ്ട് ഈ വേ പവർ. വേ പവർ ഒരു ലക്ഷ്യത്തിലെത്തുന്ന സമയത്തുള്ള തടസ്സങ്ങൾ നീക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് റെസിലിയൻസ്. മൂന്നാമത്തെ പോയിന്റാണ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളെ, ഫെയിലിയറിനെ, സെറ്റ് ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഫെയിലിയറിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള കഴിവിനെയാണെന്ന് പറയാം
റെസിലിയൻസ് എന്ന് പറയാം. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി ഒരു ടാസ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ഫെയിലിയർ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അതിൽ നിന്ന് റിക്കവർ ആവാനും ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവും എന്തിലൂടെ ഉണ്ടാവും? റെസിലിയൻസിലൂടെ ഉണ്ടാവും. അടുത്താണ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ മലയാള ശുഭാപ്തി വിശ്വാസം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ഒരു വ്യക്തി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഔട്ട്കം എക്സ്പെക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം? ഒപ്റ്റിമിസം എന്ന് പറയാം. ഒരു ടാസ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ആ ടാസ്കിനെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒപ്റ്റിമിസം എന്ന് പറയും. ഇത് ഇദ്ദേഹത്തിന്റെ ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വളരെ സൗകര്യമാണ്. ഒരു ഒപ്റ്റിമിസ്റ്റ് ആയ ഒരു വ്യക്തി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫെയിലിയറിനെ ടെമ്പററി ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ആ വ്യക്തി മനസ്സിലാക്കും. അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ടല്ല, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാവാം ആ ഫെയിലിയർ ഉണ്ടായി എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യും? ആ വ്യക്തി ആക്ടിവിറ്റിയിൽ വീണ്ടും മുഴുകാൻ തയ്യാറാവും. ഇതിനെ ഒപ്റ്റിമിസം എന്ന് പറയും. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആണ്. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെയാണ് എന്ത് പറയാം? ഈ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറയാം. ഈ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആ ഓർഗനൈസേഷനെയും ആ വ്യക്തിയെയും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതിലൂടെ എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ ജോബ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. ഈ ക്വാളിറ്റികളൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് വർദ്ധിക്കും. ഇതൊക്കെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ജോബ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു പോയിന്റ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഈ പോസിറ്റീവ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഉള്ള ഒരു വ്യക്തിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആത്മവിശ്വാസത്തോടുകൂടി സാറ്റിസ്ഫാക്ഷനോടുകൂടി ഒരു ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതാണ് റെഡ്യൂസ്ഡ് സ്ട്രെസ്. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഉള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും റെസൈലൻസും ഒക്കെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അദ്ദേഹത്തിന്റെ ഓവറോൾ വെൽബീയിങ്ങിനെ, ക്ഷേമത്തെ ഒരു സൈക്കോളജിക്കൽ ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. വെൽബീയിങ് എന്താ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ നമുക്ക് ഒരു വ്യക്തിയില് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം? അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. ട്രെയിനിങ്ങിലൂടെ, ഡെവലപ്പിംഗ് പ്രോഗ്രാമിലൂടെ, കോച്ചിങ്, മെന്ററിങ്, ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയിൽ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകിക്കൊണ്ടും ഒരു വ്യക്തിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആണ്. അതിന് 4 കോമ്പണൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നാണെന്ത്? സെൽഫ് എഫിക്കസി, അടുത്തത് ഹോപ്പ്, പിന്നെ റെസീലിയൻസ്, പിന്നെ അടുത്ത ഒപ്റ്റിമിസം. പിന്നെ അതിന്റെ പ്രാധാന്യവും ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് ഫ്ലോ. അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഫ്ലോ. FLOW, ഫ്ലോ. ഫ്ലോ എന്ന് പറഞ്ഞാല് ഒരു കംപ്ലീറ്റ് ഒരു വ്യക്തി ഒരു ആക്ടിവിറ്റിയിൽ പൂർണ്ണമായി മുഴുകുന്നതിനെയാണ് എന്ത് പറയാം? ഫ്ലോ എന്ന് പറയാം. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പീക്ക് പെർഫോമൻസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം?
ഫ്ലോ എന്ന് പറയാം. ഡീപ്പ് ഫോക്കസും എൻജോയ്മെന്റും അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും ആ ആക്ടിവിറ്റിയിൽ ലയിച്ചുകൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, ഫ്ലോ എന്ന് പറയാം. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സവിശേഷതയാണ് ഇന്റൻസ് കോൺസെൻട്രേഷൻ. വളരെ ആഴത്തിലുള്ള കോൺസെൻട്രേഷൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. മറ്റൊന്നിലും ഫോക്കസ് ചെയ്യാതെ, ശ്രദ്ധയെ മറ്റൊന്നിലേക്കും വ്യതിചലിക്കാതെ ഒരു പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ഫ്ലോ സഹായിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത പോയിന്റ് ആണ് മെർജിങ് ഓഫ് ആക്ഷൻസ്. ഇദ്ദേഹത്തിന്റെ വർക്ക്, ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റിയിൽ ലയിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഓട്ടോമാറ്റിക് ആയിട്ട്, ഇപ്പൊ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ മാറ്റുന്നുണ്ടല്ലോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു ആക്ഷൻ എടുക്കേണ്ട ഘട്ടം വരെ വരാത്ത രീതിയിൽ നമ്മൾ അതിൽ മുഴുകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ആക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലയിച്ചു പോകുന്നുണ്ട്. ഫ്ലോ എന്ന അവസ്ഥയിൽ ഒരു വ്യക്തി തന്റെ ആക്ടിവിറ്റിയിൽ പൂർണ്ണമായി ലയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ് അതിൽ കാണപ്പെടുന്നുണ്ട്. സോ ലോസ് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാല് വ്യക്തിയും ആ ആക്ടിവിറ്റിയും രണ്ടായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് എന്താ പറയാ, സെൽഫ് കോൺഷ്യസ്നെസ്, ലോസ് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റിയെയും ആ വ്യക്തിയെയും രണ്ടായിട്ട് കാണുന്നില്ല, അതിൽ ലയിച്ചു നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. പിന്നെ അതിൽ ഒരുപാട് പോയിന്റുകൾ വരുന്നുണ്ട്. ക്ലിയർ ഗോള്, ഫീൽഡ് ബാക്ക്, ഇന്റൻസ് മോട്ടിവേഷൻ, പിന്നെ അതുപോലെ ഡിസോർട്ടഡ് സെൻസ് ഓഫ് ടൈം. സമയത്തെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല. ഈ ഫ്ലോയിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എത്ര സമയം ഈ ആക്ടിവിറ്റി ചെയ്തു എന്നുള്ള സമയത്തെ കുറിച്ച് പോലും ആ വ്യക്തിക്ക് ബോധം ഉണ്ടാവണമെന്നില്ല. ഇതൊക്കെ ഇതിൽ വരുന്ന പോയിന്റുകളാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോയുടെ സവിശേഷതയാണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്ടിവിറ്റിയിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് പറയാം, ഫ്ലോ എന്ന് പറയാം. ലയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫുൾ പൊട്ടൻഷ്യലിൽ മറ്റൊന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാതെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫ്ലോ എന്നാണ് പറയാം. എങ്ങനെ നമുക്ക് ഫ്ലോ എന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യാം? ഫ്ലോ എന്ന കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാണ് ക്ലിയർ ഒബ്ജക്റ്റീവ്. വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു ഫ്ലോ കൊണ്ടുവരാൻ കഴിയുള്ളൂ. രണ്ടാമത്താണ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. റിയൽ ടൈം ഓരോ ഘട്ടത്തിലും നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. അടുത്താണ് ഹൈ സ്കിൽ ചാലഞ്ച് ബാലൻസ്. ഓരോ ഘട്ടത്തിലും ഒരു വ്യക്തി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നിരവധി ചാലഞ്ചസ് ഫേസ് ചെയ്യണം. ഈ ചാലഞ്ചസിനെ അദ്ദേഹത്തിന്റെ സ്കില്ല് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ അടുത്തത് ഡീപ്പ് ഫോക്കസ്. വളരെ ആഴത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് ഒരു ഫ്ലോ അച്ചീവ് ചെയ്യാനുള്ള ഓരോ മാർഗങ്ങളാണ്. അടുത്ത ബെനിഫിറ്റ്. ഫ്ലോ എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായും ഒരു ആക്ടിവിറ്റിയിൽ ലയിച്ചുകൊണ്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഫ്ലോ എന്ന് പറയാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് എൻഹാൻസ്ഡ് പെർഫോമൻസ്. നമ്മൾ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഒരു ഓർഗനൈസേഷൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി, ഇവിടെ നമ്മൾ വർക്ക് പ്ലേസിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഈ ഓർഗനൈസേഷനും എംപ്ലോയി ഒക്കെ പറയുന്നത് കേട്ടോ. സൊസൈറ്റിയിലും ഇതേപോലെ തന്നെയാണ്. ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫ്ലോ ഉണ്ട് എങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ടാസ്കിനെ, അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റിയെ, ആ ആക്ടിവിറ്റിയുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ വർക്ക് പ്ലേസ് പറഞ്ഞതുകൊണ്ട് ഓർഗനൈസേഷനിൽ എംപ്ലോയി എന്ന് പറയുന്നതാണ്. അടുത്തതാണ് ഇൻക്രീസ്ഡ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി
ഫ്ലോയോട് കൂടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ്, ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇത് കാരണമാകുന്നുണ്ട്. അടുത്താണ് സ്ട്രെസ് റിഡക്ഷൻ. നമുക്കറിയാം എന്താ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എല്ലാ ആക്ടിവിറ്റിയിലും വിജയം ലഭിക്കണമെന്നില്ല. ഒരു ഓർഗനൈസേഷനിൽ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഫെയിലിയറും ഉണ്ടാവാം, വിജയം ഉണ്ടാവാം, പരാജയം ഉണ്ടാവാം. പരാജയം ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ എന്ത് സഹായിക്കും? ഫ്ലോ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് എവിടെയെല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഫ്ലോ എന്ന കൺസെപ്റ്റ് നമുക്ക് എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാം, വർക്ക് പ്ലേസിൽ മാത്രമല്ല. ഫസ്റ്റ് നമുക്ക് പറയാം, വർക്ക് പ്ലേസിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വർക്ക് പ്ലേസിൽ, തൊഴിലിടങ്ങളിൽ, ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാളികളുടെ പെർഫോമൻസിനെയും ജോബ് സാറ്റിസ്ഫാക്ഷനെയും ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ബെറ്റർ അക്കാദമിക് പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സ്പോർട്സ്, ആർട്സ്, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഫ്ലോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിലൂടെ എന്താണ്, സെൽഫ് സാറ്റിസ്ഫാക്ഷനും പീക്ക് പെർഫോമൻസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അതിൽ പീക്ക് പെർഫോമൻസിൽ എത്തിക്കഴിഞ്ഞാൽ വിജയം കൂടുതൽ സാധ്യത ഉണ്ടാവും. അടുത്താണ് എങ്ങനെ ഫ്ലോ ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. സ്ട്രാറ്റജീസ് ടു ഫോസ്റ്റർ ഫ്ലോ. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ എങ്ങനെ വ്യക്തികൾക്കിടയിൽ കൊണ്ടുവരാം, എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഓർഗനൈസേഷൻ എംപ്ലോയീസിന്റെ ഇടയിൽ ഫ്ലോ എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ തന്റെ വിദ്യാർത്ഥികൾക്കിടയിൽ ഫ്ലോ എങ്ങനെ കൊണ്ടുവരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള സ്കിൽസ് എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. പിന്നെ അടുത്തതാണ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യണം. നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്കിൽ അച്ചീവ് ചെയ്യണം. അത് മാത്രമല്ല, ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റാൻ സാധ്യതയുള്ള, വഴിതിരിച്ചു വിടാൻ സാധ്യതയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഇല്ലാതാക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഏത് ടാസ്ക് ആണോ, ഏത് ലക്ഷ്യമാണോ മുന്നിൽ വെച്ചിട്ടുള്ളത്, ആ ടാസ്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. പല ഭാഗങ്ങളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു വലിയ ടാർഗറ്റിനെ ചെറിയ ചെറിയ ടാർഗറ്റുകളാക്കിയിട്ട് മാറ്റണം. പിന്നെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യണം. ഉള്ളിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ പ്രസൻസ്, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഫ്ലോ ഡെവലപ്പ് ചെയ്യാൻ സഹായകമാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആണ്. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ആവാൻ, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്താണോ അത് സാക്ഷാത്കരിക്കാൻ എംപ്ലോയീസിൽ എന്ത് വേണം? സൈക്കോളജിക്കൽ ക്യാപിറ്റൽ വേണം. അതിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തത് ഫ്ലോ ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആക്ടിവിറ്റിക്കാണ് എന്ത് പറയാം? ഫ്ലോ എന്ന് പറയാം. ഒരു ആക്ടിവിറ്റിയിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഫ്ലോ എന്ന് പറയും. അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മീനിങ്ഫുൾ വർക്ക്. മീനിങ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഓക്കെ. മീനിങ്ഫുൾ വർക്ക്. മീനിങ്ഫുൾ വർക്കിന് ഒരു വ്യക്തമായ നിർവചനം നമുക്ക് തരാൻ കഴിയില്ല. ഓരോ വ്യക്തിയുടെയും ജീവിച്ച സംസ്കാരം, മൂല്യങ്ങള്, വാല്യൂസ്, കൾച്ചർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാവും ഒരു മീനിങ്ഫുൾ വർക്ക് എന്നത് ഉണ്ടാവുക. ഓരോ വ്യക്തിയുടെയും മീനിങ്ഫുൾ വർക്ക് ഓരോന്നായിരിക്കും.
ഇത് ഒരു വ്യക്തി ഒരു ആക്ടിവിറ്റിയെ എന്താണ് ഒരു പർപ്പസ് ഉള്ള വാല്യബിൾ ആയ ആക്ടിവിറ്റി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതാണ് മീനിങ് ഫുൾ വർക്ക്. ഓരോ വ്യക്തിക്കും ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും മീനിങ് ഫുൾ. ചില കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന, സാമൂഹ്യ മൂല്യമുള്ള, സമൂഹത്തിന് ഉപകാരം ഉണ്ടാവുന്ന സിഗ്നിഫിക്കന്റ് ആയ, വാല്യുബിൾ ആയ ഒരു പർപ്പസ് ഉള്ള ആക്ടിവിറ്റിയാണെന്ന് പറയാം മീനിങ് ഫുൾ ആക്ടിവിറ്റി എന്ന് പറയാം, മീനിങ് ഫുൾ വർക്ക് എന്ന് പറയാം. പലതരത്തിലുണ്ട്. ഇനി ഇതിന്റെ ഒരു ആക്ടിവിറ്റി മീനിങ് ഫുൾ ആവാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം നമുക്ക് നോക്കാം. ഫസ്റ്റ്, പർപ്പസ്. ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഇതില് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫിനാൻഷ്യൽ റിവാർഡോ പേഴ്സണൽ ഗെയിനോ അല്ലാത്ത ഒരു ലാർജർ പർപ്പസ്, ഒരു വിശാലമായ ഒരു പർപ്പസ് അതിലുണ്ടായിരിക്കണം. രണ്ടാമത്തത്, പേഴ്സണൽ വാല്യൂസുമായി ബന്ധപ്പെട്ടതായിരിക്കും ഈ മീനിങ് ഫുൾ വർക്ക്. ഒരു വ്യക്തി മീനിങ് ഫുൾ വർക്കായിട്ട് കാണപ്പെടുന്ന ആക്ടിവിറ്റി ആ വ്യക്തിയുടെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓരോ വ്യക്തിയും ഓരോ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ വ്യക്തിയുടെ സാമൂഹ്യ മൂല്യങ്ങൾ, വാല്യൂസ് വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തമായ സാമൂഹ്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വാല്യൂബിൾ മീനിങ് ഫുൾ വർക്ക് ഒരു വ്യക്തി ഡിസൈഡ് ചെയ്യുക. അടുത്ത്, പേഴ്സണൽ ഫുൾഫിൽമെന്റ്. ഈ മീനിങ് ഫുൾ വർക്കിലൂടെ ഒരു വ്യക്തി ഒരു മീനിങ് ഫുൾ വർക്ക് ആണെന്ന് വിശ്വസിക്കുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അടുത്ത്, ഇതെങ്ങനെ നമ്മളെ വർക്കിനെ ഇമ്പാക്ട് ചെയ്യും? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ഫുൾ വർക്കാണ്. മീനിങ് ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഒരു ആക്ടിവിറ്റിയെ പർപ്പസ് ആണ്, ഒരു വാല്യൂബിൾ ആണ്, പർപ്പസ് ഉള്ളതാണ്, സിഗ്നിഫിക്കന്റ് ആണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതെന്ത് പറയും? മീനിങ് ഫുൾ ആക്ടിവിറ്റി എന്ന് പറയും. ഓരോ സംസ്കാരത്തിലും ഓരോ സൊസൈറ്റിയിലും ആളുകളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് മീനിങ് ഫുൾ വർക്ക് വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കും. ഇനി ഒരു മീനിങ് ഫുൾ വർക്ക്, ഇമ്പാക്ട് ഓഫ് മീനിങ് ഫുൾ വർക്ക്. മീനിങ് ഫുൾ വർക്കിലൂടെ എന്ത് ഇമ്പാക്ട് ഉണ്ടാവും? ഫസ്റ്റ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരു മീനിങ് ഫുൾ വർക്കാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ, ഞാനൊരു അധ്യാപകനാണെന്ന് വിചാരിക്കാം. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ ഒരു അധ്യാപനം എന്നത് ഒരു മീനിങ് ഫുൾ വർക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ എന്റെ ജോലി, എനിക്ക് അവിടെ നിന്നുണ്ടാവും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. എംപ്ലോയി താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ജോലി മീനിങ് ഫുൾ വർക്കായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ജോലിയോട് ആ വ്യക്തിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതാണ് വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മള് മലയാളത്തില് ക്ഷേമം എന്നൊക്കെ പറയും. ഒരു വ്യക്തിയുടെ ഓവറാൾ ഡെവലപ്മെന്റിന് സഹായകമായിരിക്കും ഒരു മീനിങ് ഫുൾ വർക്ക്. പിന്നെ അടുത്ത അലിനേഷൻ. അലിനേഷൻ എന്ന് പറഞ്ഞാൽ കാൾ മാർക്സിന്റെ ഒരു തിയറിയാണ്. അലിനേഷൻ അത്രയൊന്നും പോണ്ട. അലിനേഷൻ എന്ന് പറഞ്ഞാൽ അലിനേഷൻ ഇല്ലാതിരിക്കാൻ എന്ത് സഹായിക്കും? മീനിങ് ഫുൾ വർക്ക് സഹായിക്കും. അലിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ വർക്കിൽ നിന്ന് അകന്നു പോകുന്നതിനാണ് എന്താ പറയാ, ഒരു വ്യക്തി തന്റെ ടാസ്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നതിനെയാണ് അലിനേഷൻ എന്ന് പറയാം. ഓക്കെ, അതാണ് അലിനേഷൻ. തന്റെ വർക്കും താനും തമ്മിലൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയണം, ഇപ്പോ ഞാനൊരു ബിസിനസ് നടത്തുകയാണ്, പക്ഷെ എനിക്ക് ബിസിനസ്സിനോട് താല്പര്യമില്ല, എങ്കിലും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിയും ബിസിനസ്സും തമ്മിൽ രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ആ വ്യക്തി ആ ബിസിനസ് ഒന്നായി നിൽക്കുന്നതല്ല, ഒരു അന്യവൽക്കരണം, ബിസിനസ്സും താനും തമ്മിൽ ഒരു അന്യത്വം അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനാണ് ആലിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു മീനിങ് ഇല്ലാത്ത ഒരു മീനിങ് ഫുൾ വർക്ക് അല്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ മാനസിക സമ്മർദ്ദം, ആൻസൈറ്റി, ടെൻഷൻ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണമാവും. പിന്നെ എങ്ങനെ ഒരു മീനിങ് ഫുൾ വർക്ക് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ, ഒരു ഓർഗനൈസേഷനിൽ അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ വർക്ക് ഒരു മീനിങ് ഫുൾ വർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് പല പോയിന്റ്സ് നമുക്ക് ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഓട്ടോണമി കൊടുക്കാം, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കാം.
ഓട്ടോണമി കൊടുക്കുകയാണെങ്കിൽ, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്ന സമയത്ത് ഒരു എംപ്ലോയീസിന് സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അധികാരം ലഭിക്കും. അത് അദ്ദേഹത്തിന്റെ വർക്കിനെ മീനിങ് ഫുൾ വർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ടാസ്കുകൾ കൊടുക്കാം. ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഇത് എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോട് ആ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് ആ വ്യക്തിക്കുള്ളിൽ ആ ഓർഗനൈസേഷന്റെ നിലപാട്, ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അത് ഒരു മീനിങ് ഫുൾ വർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും കഴിയുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരു മീനിങ് ഫുൾ വർക്കായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി തന്റെ വർക്കിനെ കാണുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി, ഒരു തൊഴിലാളി, അദ്ദേഹം ചെയ്യുന്ന വർക്കിനെ മീനിങ് ഫുൾ ആക്ടിവിറ്റിയാണ്, മീനിങ് ഫുൾ വർക്കാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത്? ഒന്ന്, എംപ്ലോയി എൻഗേജ്മെന്റ് ഇൻക്രീസ്ഡ് എംപ്ലോയി എൻഗേജ്മെന്റ്. ഒരു ജോലി എന്നതിൽ നിന്നുപരി ഒരു വ്യക്തി, എംപ്ലോയി ആ പൂർണ്ണമായും ആ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജോബിൽ എൻഗേജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്താണ് ലോവർ ടേൺ ഓവർ റേറ്റ്. നമുക്കറിയാം പല ജോലികളിൽ നിന്നും ആളുകൾ ക്വിറ്റ് ചെയ്യാറുണ്ട് മാനസിക സമ്മർദ്ദം കാരണം. ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയും തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുകയും ഇതിലൂടെ കാണാൻ കഴിയും. നമുക്ക് പത്രത്തിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും, പല രാജ്യങ്ങളിലും ജോലി ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ മുമ്പ് നമ്മൾ ഒരു വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ലോവർ ടേൺ ഓവർ റേറ്റ് നമുക്ക് കാണാൻ കഴിയും. അടുത്ത, എൻഹാൻസ്ഡ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ, ഒരു ക്ഷേമം ഉണ്ടാവുന്ന ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവ് ഓർഗനൈസേഷണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്ത് സഹായിക്കും? മീനിങ് ഫുൾ വർക്ക് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു എംപ്ലോയിയുടെ വെൽബീയിങ്, ക്ഷേമം ഇൻക്രീസ് ചെയ്യാൻ, വെൽബീയിങ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ അടുത്ത പോയിന്റ്. ഇപ്പൊ നമ്മൾ 3 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു. 3 എന്താ തോന്നുന്നു അല്ലെ? സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, ഫ്ലോ, പിന്നെ മീനിങ് ഫുൾ വർക്ക്. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് ചെയ്യുന്ന വാക്കിനെ എന്ത് പറയാം? ഫ്ലോ എന്ന് പറയാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞ മീനിങ് ഫുൾ വർക്ക്. മീനിങ് ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കൾച്ചറിന്റെ, വാല്യൂസിന്റെ, നോംസിന്റെ, സംസ്കാരത്തിന്റെ ബേസിലാണ് ഒരു ആക്ടിവിറ്റി മീനിങ് ഫുൾ ആയിട്ട് ആ വ്യക്തി മനസ്സിലാക്കുക. ഒരു പർപ്പസ് ഉള്ള, വാല്യൂബിൾ ആയിട്ടുള്ള, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഒരു എംപ്ലോയി താൻ ചെയ്യുന്ന വർക്കിനെ വാല്യൂബിൾ ആയിട്ടും പർപ്പസ് ഉള്ളതും ബെനിഫിഷ്യൽ ആയിട്ടുമുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനെ മീനിങ് ഫുൾ ആക്ടിവിറ്റി എന്ന് പറയും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എംപ്ലോയി എൻഗേജ്മെന്റ്. എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി, ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് എംപ്ലോയി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് ലാർജർ കണ്ടക്സ്റ്റിലും ഇത് എഴുതാവുന്നതാണ്, സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി മാനസികമായിട്ടും സൈക്കോളജിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും ആ ജോബിനെയും ഓർഗനൈസേഷനുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നതിനെ എന്താ പറയാം? എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, ഒരു ഓർഗനൈസേഷനുമായി സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിനെയാണ് എന്താ പറയാ? എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയാം. എംപ്ലോയി താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനവുമായി സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കണം.
അത് പലതരത്തിലുള്ള എൻഗേജ്മെന്റുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പല കോമ്പണൻസ് ഉണ്ട് എൻഗേജ്മെന്റിന്. കോഗ്നിറ്റീവ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി തന്റെ ഓർഗനൈസേഷന്റെ ഗോളിനെ കുറിച്ച് ഒരു ഓർഗനൈസേഷന്റെ ഗോളിനെ കുറിച്ച് വ്യക്തമായി ധാരണ ഉണ്ടാവുകയും ആ ഗോളിന് വേണ്ടി ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. അടുത്താണ് ഇമോഷണൽ എൻഗേജ്മെന്റ്. ഇമോഷണൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു എംപ്ലോയി താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വാല്യൂസുമായിട്ടും കൾച്ചറുമായിട്ടും ഇമോഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ ജോലി ചെയ്യുന്ന വർക്കിനോട് ഒരു പാഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇമോഷണൽ എൻഗേജ്മെന്റ് എന്ന് പറയും. അടുത്തത് ബിഹേവിയറൽ എൻഗേജ്മെന്റ്. ഇതൊക്കെ കോമ്പണൻസ് ആണ്. എൻഗേജ്മെന്റ് വിവിധ തലങ്ങളിലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു എംപ്ലോയി ഈ ഒരു വ്യക്തിയുടെ ബിഹേവിയറൽ എൻഗേജ്മെന്റ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് ബിഹേവിയർ. അദ്ദേഹത്തിന്റെ ആക്ഷൻസ്, ടാസ്കുകൾ, ഇനീഷ്യേറ്റീവ്സ്, ഇതിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, ആക്ടിവിറ്റീസിലൂടെ ഒരു വ്യക്തി ആ ഓർഗനൈസേഷനുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ബിഹേവിയറൽ എൻഗേജ്മെന്റ് എന്ന് പറയും. ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു എൻഗേജ്ഡ് എംപ്ലോയിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് വിഗർ ആണ്, ഡെഡിക്കേഷൻ ആണ്, അടുത്ത് അബ്സോർപ്ഷൻ ആണ്. ഇതൊക്കെ മൂന്നെണ്ണാണ് എന്തുണ്ടാവുക, ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനുമായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ സവിശേഷതകൾ. വിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജറ്റിക്, എൻതൂസിയാസം എന്നൊക്കെ പറയാം. എപ്പോഴും ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയി എപ്പോഴും എനർജറ്റിക് ആയിരിക്കും, എൻതൂസിയാസ്റ്റിക് ആയിരിക്കും. അതുപോലെ ഡെഡിക്കേറ്റഡ് എംപ്ലോയി ആയിരിക്കും. ആ വ്യക്തി ചെയ്യുന്ന ജോലിയുമായിട്ട് ആ വ്യക്തി കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കും. പിന്നെ അബ്സോർപ്ഷൻ, ഡീപ്പായുള്ള കോൺസെൻട്രേഷൻ. ഓരോ ടാസ്ക് ചെയ്യുന്ന സമയത്തും ഡീപ്പായിട്ട് ആ ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ്? എൻഗേജ്ഡ് എംപ്ലോയി എൻഗേജ്മെന്റിന്റെ സവിശേഷതയാണ്. ഒരു എംപ്ലോയി എൻഗേജ്ഡ് ആയ ഒരു ടാസ്കുമായിട്ട് അല്ലെങ്കിൽ വർക്കുമായിട്ട് എൻഗേജ് ചെയ്യുന്ന എൻഗേജ്ഡ് എംപ്ലോയിയുടെ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു എംപ്ലോയി എൻഗേജ്മെന്റിനെ എന്തെല്ലാം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും? അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എംപ്ലോയിയുടെ എൻഗേജ്മെന്റിനെ എന്തെല്ലാം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒന്ന്, ജോബ് ക്യാരക്ടർ. ആ വ്യക്തി ചെയ്യുന്ന തൊഴിൽ ക്യാരക്ടർ ആ വ്യക്തിയുടെ എംപ്ലോയി എൻഗേജ്മെന്റിനെ ഫോക്കസ് ചെയ്യും. ചാലഞ്ചിങ് ടാസ്ക് ആവുക, ഓട്ടോണമി ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ഉള്ള ജോലിയാണ്, ഓട്ടോണമി ഉള്ള ജോലിയാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? ആ വ്യക്തി കൂടുതൽ ആ ജോബിൽ എൻഗേജ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ സപ്പോർട്ടീവ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. ഒരു വ്യക്തി, ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിസോഴ്സസ് സപ്പോർട്ടീവ് ആയിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി കൂടുതൽ എൻഗേജ് ചെയ്യും ആ ജോബിൽ. ഫോർ എക്സാമ്പിൾ, ആ വ്യക്തിയുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി സഹായകമാകാം. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാവാം. ചില ആളുകൾക്ക് വർക്കിന് വേണ്ടി ലൈഫ് എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചില ആളുകൾ ലൈഫിന് വേണ്ടി വർക്കും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജോബ് ആയിരിക്കുകയാണെങ്കിൽ എംപ്ലോയി എൻഗേജ്മെന്റ് നമുക്ക് അതിൽ കൂടുതൽ കാണാൻ കഴിയും. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ സഹായിക്കുന്നത് പോസിറ്റീവ് ലീഡർഷിപ്പ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഈ എംപ്ലോയിയെ നയിക്കുന്ന ലീഡർ ഒരു പോസിറ്റീവ് ലീഡർഷിപ്പ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയി എൻഗേജ്മെന്റിന് കാരണമാവുന്നു. എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനവുമായി
സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിനാണെന്ന് പറയാം. ആ കണക്ഷനെയാണെന്ന് പറയാം എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയാം. പിന്നെ ഔട്ട്കം. ഇങ്ങനെ എംപ്ലോയി എൻഗേജ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് എന്താ, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ പൂർണ്ണമായി എൻഗേജ് ചെയ്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോബിന്റെ പെർഫോമൻസ്, ആ വർക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിലൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയും. ഉൽപാദനം, എന്ത് ആക്ടിവിറ്റിയാണ് ആ വ്യക്തി ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലോവർ ടേൺ ഓവർ റേറ്റ്. ഒരു ഒരു വ്യക്തി താൻ ചെയ്യുന്ന ജോലിയിൽ എൻഗേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി ആ ജോലി ക്വിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ലോവർ ടേൺ ഓവർ റേറ്റ് നമുക്ക് അതിന് കിട്ടും. പിന്നെ അതിലൂടെ എന്ത് ചെയ്യും, ബെറ്റർ എംപ്ലോയി വെൽബീയിങ് കാണാൻ, ഒരു എംപ്ലോയിയുടെ ക്ഷേമം അതിലൂടെ ലഭിക്കുന്നതാണ്. എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, ക്ഷേമം ഉണ്ടാവും, വെൽബീയിങ് ഉണ്ടാവും. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ലാസ്റ്റ് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഈ എങ്ങനെ ഒരു എംപ്ലോയി എൻഗേജ്മെന്റ് എൻഹാൻസ് ചെയ്യാം, അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഒരു ക്ലിയർ ഗോള് കൊടുക്കുക. എംപ്ലോയീസിന് ക്ലിയർ ഗോൾ ആൻഡ് എക്സ്പെക്ടേഷൻ കൊടുക്കുക. പിന്നെ ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്. ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. വർക്ക് ലൈഫ് ബാലൻസിനുള്ള അവസരം കൊടുക്കുക. കൂടുതൽ വർക്ക് ചെയ്യിച്ചുകൊണ്ട് ലൈഫ് സ്പോയിൽ ചെയ്യാതെ, കൂടുതൽ ലൈഫിൽ ഇടപെട്ടുകൊണ്ട് വർക്കിന്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാതെ, അല്ലാതെ രണ്ടും ബാലൻസ്, വർക്ക് ലൈഫ് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. പിന്നെ പോസിറ്റീവ് കൾച്ചർ, വർക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ റെഗുലർ ആയിട്ടുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക. ഇതൊക്കെ എന്തിന് സഹായകമാണ്, എംപ്ലോയി എൻഗേജ്മെന്റിന് സഹായകമാണ്. ഇപ്പൊ നമ്മൾ 4 കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, ഫ്ലോ, മൂന്നാമത്തെ എന്തായിരുന്നു, നാലാമത്തെ എംപ്ലോയി എൻഗേജ്മെന്റ്, മൂന്നാമത്തെ എന്താ പറഞ്ഞു നടന്നല്ലോ, യെസ്, മീനിങ് ഫുൾ വർക്ക് എംപ്ലോയി എൻഗേജ്മെന്റ്. അപ്പോൾ അതിലെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആണ്. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഒരു ഓർഗനൈസേഷനിലുള്ള പോസിറ്റീവ് ബിഹേവിയറിനെയാണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറയാം. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫുൾ പൊട്ടൻഷ്യലില് പൂർണ്ണമായ ഒരു ആക്ടിവിറ്റിയിൽ ലയിച്ചു കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഫ്ലോ എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ എന്താ പറഞ്ഞത്, പറഞ്ഞല്ലോ, ഒന്നും പോയി. നാലാമത്തെ യെസ്, മീനിങ് ഫുൾ വർക്ക് എന്ന് പറഞ്ഞാല് അത് ഓരോ കൾച്ചറിനും വാല്യൂസിനും നോംസിനും ബേസ് ചെയ്തിട്ടാണ് വരിക. ഒരു വ്യക്തി ഏത് കൾച്ചറിന്റെ ഭാഗമായിട്ടാണോ നിലനിൽക്കുന്നത് ആ കൾച്ചറിന്റെ ബേസിലായിരിക്കും ഒരു വ്യക്തി തന്റെ വർക്ക് മീനിങ് ഫുൾ ആണോ അല്ലേന്ന് ഐഡന്റിഫൈ ചെയ്യാം. പർപ്പസ്ഫുൾ ആയ, വാല്യുബിൾ ആയിട്ടുള്ള ഒരു വർക്കിനെ പർപ്പസ്ഫുള്ളി ആയിട്ടും വാല്യുബിൾ ആയിട്ടും ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, എംപ്ലോയി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, മീനിങ് ഫുൾ വർക്ക് എന്ന് പറയും. പിന്നെ അടുത്ത് നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയാം. എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർക്കിൽ, ഒരു ഓർഗനൈസേഷനിൽ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ കണക്ഷനോട് കൂടി ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതിന് എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയും. അടുത്തത് അഞ്ചാമത്തെ കൺസെപ്റ്റ് ആണ് വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ക്ഷേമം എന്ന് പറയാം. ഒരുപാട് മൾട്ടി ഫാസറ്റഡ് കൺസെപ്റ്റ് ആണ് ഈ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയുടെ ഓവറാൾ ഡെവലപ്മെന്റിനെയാണ് വെൽബീയിങ് എന്ന് പറയാം, ക്ഷേമം എന്ന് പറയാം. ഇത് ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ കണക്ഷൻസ് എല്ലാം കൂടിയതാണ് വെൽബീയിങ്. ഫിസിക്കലി മാത്രം ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ വെൽബീയിങ് ആവില്ല, ഫിസിക്കലി ഇമോഷണലി മാത്രമായ വെൽബീയിങ് ഉണ്ടാവില്ല, എല്ലാം കണക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് 3 കൺസെപ്റ്റുകൾ, 3 തരത്തിലുള്ള വെൽബീയിങ് ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒന്ന് ഹിഡോണിക് വെൽബീയിങ്, ഹിഡോണിക് HEDONIC ഹിഡോണിക് വെൽബീയിങ്.
ഇത് ഫോക്കസ് ചെയ്യുന്നത് പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ആണ്. പ്ലഷർ ഹാപ്പിനെസ് ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വെൽബീയിങ്ങിനെയാണ് എന്ത് പറയാ, ഹിഡോണിക് വെൽബീയിങ് എന്ന് പറയാം. ഒരു വ്യക്തി തന്റെ ജോബിനോട് പോസിറ്റീവ് ഇമോഷൻസ് നിലനിർത്തുന്നുണ്ടെങ്കിൽ അതെന്ത് ഹിഡോണിക് വെൽബീയിങ് ആണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ, വർക്ക് ലൈഫ് ബാലൻസ്, സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, ഇതൊക്കെ ഇതിലൂടെ ഉണ്ടാവും. പോസിറ്റീവ് ഇമോഷൻസ്, ഒരു എംപ്ലോയി തന്റെ വർക്കിനോട് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, ഹിഡോണിക് വെൽബീയിങ് എന്ന് പറയും. യുഡൈമോണിക് വെൽബീയിങ് അടുത്ത ടോപ്പിക്കാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വെൽബീയിങ് ആണ് യുഡൈമോണിക് വെൽബീയിങ്. സെൽഫ് റിയലൈസേഷൻ, പർപ്പസ്, മീനിങ്, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എംപ്ലോയി ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അത് സഹായകമാണെങ്കിൽ അതെന്താണ്, യൂഡോണിക് വെൽബീയിങ് ആണ്. പിന്നെ സോഷ്യൽ വെൽബീയിങ് ഉണ്ട്. സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇന്റഗ്രേഷൻ, അക്സെപ്റ്റൻസ്, സോഷ്യൽ കണക്ഷൻസ്, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു എംപ്ലോയി സോഷ്യൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ, സോഷ്യൽ ഇന്റഗ്രേഷൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, സോഷ്യൽ വെൽബീയിങ് ആണ്. ഇനി ഇതിന്റെ റെലവൻസ് ഓഫ് വർക്ക്. ഓക്കെ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇത് ഓർഗനൈസേഷണൽ സക്സസിന് കാരണമാകുന്നുണ്ട്. ഒരു എംപ്ലോയിക്ക് ആ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഫിസിക്കലി, ഇമോഷണലി, മെന്റലി ഉള്ള ഒരു ക്ഷേമം, ഒരു വെൽബീയിങ് ഉണ്ടെങ്കിൽ അത് ആ ഓർഗനൈസേഷന്റെ സക്സസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജോബ് പെർഫോമൻസിന് അത് എഫക്ട് ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ജോബ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ അത് കാരണമാവും. അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് ആബ്സെന്റിസം. നമുക്കറിയാം, സ്ട്രെസ് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ആളുകള് പല കാരണങ്ങളാൽ എന്ത് ചെയ്യുന്നത്, ജോബ് കുറച്ചു കാലത്തേക്ക് ലീവ് എടുക്കാനൊക്കെ സാധ്യത കാണും. പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. സ്ട്രെസ് കൂടുതലുള്ള ജോലികളൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ആബ്സെന്റിസം കുറക്കാൻ എന്ത് കാരണമാവും, വെൽബീയിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ഷേമം എന്ന് പറഞ്ഞാൽ വെൽബീയിങ്, ഓവറോൾ ഡെവലപ്മെന്റ് ആണ് വെൽബീയിങ് എന്ന് പറയാം. ഇതുണ്ടായി കഴിഞ്ഞാൽ ആബ്സെന്റിസം കുറയും. പിന്നെ അടുത്തത് എന്താണ്, ഹയർ എംപ്ലോയി റിട്ടൻഷൻ. പെട്ടെന്ന് ഒരു വെൽബീയിങ് ഉള്ള ഒരു സ്ഥാപനത്തില് എംപ്ലോയീസ് ദീർഘകാലം മറ്റൊരു ജോബ് പോവാതെ നിലനിൽക്കാൻ അത് കാരണമാകുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള വെൽബീയിങ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിസിക്കൽ വെൽബീയിങ് ഉണ്ട്, ഇമോഷണൽ വെൽബീയിങ് ഉണ്ട്. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽബീയിങ് പല തലങ്ങളുണ്ട്. ഓക്കെ, ഒരു ഫിസിക്കലി മാത്രം ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് കരുതിയാൽ അതൊരു ക്ഷേമമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പല മേഖലകളുണ്ട്. അപ്പൊ ഒന്നാണ് ഫിസിക്കൽ വെൽബീയിങ്. ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, സേഫ്റ്റി, ഫിസിക്കൽ കംഫോർട്ട്, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഫിസിക്കൽ കംഫോർട്ട്, അവിടെ നടക്കാനും ഇരിക്കാനും മറ്റു ഫിസിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ, ഫാന്, ചൂട്, തണുപ്പ്, AC, ഇങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ് ഇതൊക്കെ എന്തിൽ വരും, ഫിസിക്കൽ വെൽബീയിങ്. ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ വെൽബീയിങ്ങിലെ വരാം. അടുത്താണ് ഇമോഷണൽ വെൽബീയിങ്. ഇമോഷണൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറഞ്ഞ, ആൻസൈറ്റി കുറഞ്ഞ, നെഗറ്റീവ് ഇമോഷൻസ് കുറഞ്ഞ ഒരു വർക്ക് പ്ലേസിനെയാണ് എന്ത് പറയാം, ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയാം. നെഗറ്റീവ് ഇമോഷൻസ് കുറവുള്ള വർക്ക് പ്ലേസിനെയാണ് എന്ത് പറയാം, ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയും. സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ടീം വർക്ക്, സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ സപ്പോർട്ട്, ആളുകൾ തമ്മിലുള്ള ബന്ധം, സോഷ്യൽ ഇന്റഗ്രേഷൻ, ഇതൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ സോഷ്യൽ വെൽബീയിങ് ആണ്. പിന്നെ സൈക്കോളജിക്കൽ വെൽബീയിങ് ഉണ്ട്. സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം, പേഴ്സണൽ ഗ്രോത്ത്, ഒരു പർപ്പസ്, ഇതൊക്കെ ഉള്ള ഒരു തൊഴിലിടമാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെന്ത് പറയും, സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയും. ഇനി ഒരു വെൽബീയിങ് ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പൊ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറോൾ ഡെവലപ്മെന്റ് ആണ്.
ഒരു പ്രത്യേക ഹെൽത്ത്, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സൈക്കോളജിക്കലി എല്ലാ മേഖലയിലുമുള്ള ഓവറാൾ ക്ഷേമത്തിനാണ്, വെൽബീയിങ്ങിനാണ് എന്ന് പറയാം, വെൽബീയിങ് എന്ന് പറയാം. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു നിശ്ചിത ഷെഡ്യൂള്, വർക്ക് ചെയ്യാനുള്ള ഷെഡ്യൂള്, വർക്ക് ഓപ്ഷൻസ്, സഫീഷ്യന്റ് പേയ്മെന്റ്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെന്തിന് കാരണമാവും? വെൽബീയിങ്ങിന് കാരണമാവും. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിസിക്കലി, മെന്റലി, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സൈക്കോളജിക്കലി ഉള്ള എന്താ ഡെവലപ്മെന്റ് ചെയ്യാന്ന് പറയാം. വെൽബീയിങ്, ക്ഷേമത്തിനെയാണ് വെൽബീയിങ് എന്ന് പറയാം. പിന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിൽ ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം? വർക്ക് ലൈഫ് ബാലൻസ്, വർക്കും ലൈഫും, എംപ്ലോയിയുടെ വർക്കും ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിച്ചു കഴിഞ്ഞാൽ വെൽബീയിങ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്താണ് എംപ്ലോയി സപ്പോർട്ട് പ്രോഗ്രാം. എംപ്ലോയി, നമുക്കറിയാം എല്ലാ തൊഴിലിടങ്ങളിലും എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിരവധി പ്രോഗ്രാംസ് കാണാൻ കഴിയും. അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അവരുടെ റിസോഴ്സസ്, മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ, മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഓരോ ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ് കൊണ്ടുവരാം. പിന്നെ അടുത്തതാണ് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്. തൊഴിലാളി എംപ്ലോയീസിന്റെ അടുത്ത് കാണുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുകയും അതിന് റിവാർഡ് കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ പിന്നെ പോസിറ്റീവ് വർക്കിംഗ് എൻവയോൺമെന്റ് കൊണ്ടുവരാം. പിന്നെ അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, വളരാനുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇതൊക്കെ എന്തിന് കാരണമാണ്? വെൽബീയിങ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാവും. ഇപ്പൊ നമ്മൾ 5 കൺസെപ്റ്റുകൾ പഠിച്ചു. ഫസ്റ്റ് എന്തായിരുന്നു? സൈക്കോളജിക്കൽ ക്യാപിറ്റൽ പഠിച്ചു, ഫ്ലോ പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? മൂന്നാമത്തത് വീണ്ടും മറന്നു. എന്തായിരുന്നു മൂന്നാമത്തെ ടോപ്പിക്? എന്തായിരുന്നു? യെസ്, മീനിങ് വർക്ക്. നാലാമത്തെ എംപ്ലോയി എൻഗേജ്മെന്റ്. അഞ്ചാമത്തത് വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ഓവറാൾ ഡെവലപ്മെന്റ്, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സൈക്കോളജിക്കലി ഉള്ള ഡെവലപ്മെന്റിനെയാണ് വെൽബീയിങ്ങിനെ, ക്ഷേമത്തിനെയാണെന്ന് പറയാം വെൽബീയിങ് എന്ന് പറയാം. അതിനു മുമ്പ് നമ്മൾ പഠിച്ചത് എംപ്ലോയി എൻഗേജ്മെന്റ്. ഒരു വ്യക്തി താൻ ചെയ്യുന്ന വർക്കിൽ ഇമോഷണലി എൻഗേജ് ആവുന്നതിനെ എന്താ പറയാം? കണക്റ്റഡ്, ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിനെ എന്താ പറയാ? എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയാം. മൂന്നാമത്തെ വീണ്ടും പറഞ്ഞു. എന്തായിരുന്നു മൂന്നാമത്തെ? എന്തായിരുന്നു ഒന്നുകൂടെ പറയും. യെസ്, മീനിങ്ഫുൾ വർക്ക്. മീനിങ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ അത് മീനിങ്ഫുൾ വർക്ക് ഓരോ വ്യക്തികൾക്കനുസരിച്ച് അതിന്റെ മീനിങ് വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തി ജീവിച്ച സംസ്കാരം, വാല്യൂ, കൾച്ചർ, സോഷ്യൽ നോംസ്, ഇതിനനുസരിച്ചൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്ന മീനിങ്ഫുൾ വർക്ക് വ്യത്യസ്തമായിരിക്കും. ഒരു പർപ്പസ്ഫുൾ ആയ, ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വർക്കിനെയാണ് ഒരു വ്യക്തി ഒരു ആക്ടിവിറ്റിയെ പർപ്പസ്ഫുൾ ആയിട്ടും വാല്യൂബിൾ ആയിട്ടും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മീനിങ്ഫുൾ വർക്കാണ്. പിന്നെ അതിന് ഫ്ലോ നമ്മൾ പറഞ്ഞു. ഫ്ലോ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് പീക്ക് പെർഫോമൻസിലൂടെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് ഞാൻ എന്താ പറയാ? ഫ്ലോ എന്ന് പറയാം. പിന്നെ ഫസ്റ്റ് പറഞ്ഞത് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഈ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് അത് സഹായിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് പ്ലേസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഓർഗനൈസേഷനും ഇതൊക്കെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് ആണ് പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻസ്. പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഒരു വ്യക്തിയുടെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് ക്യാപിറ്റൽ, സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഫ്ലോ, അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം ഇന്റർവെൻഷൻസ് ചെയ്യാം, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ് പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻസിനെയാണ് PPI എന്ന് പറയാം. പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻസ് അറ്റ് വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാം, ഒപ്റ്റിമിസം, റെസിലൻസ്, സെൽഫ് എഫിക്കസി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം.
ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട്, സ്ട്രെങ്ത് ബേസ്ഡ് ഇന്റർവെൻഷൻസ്, അങ്ങനെ ഇതിൽ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ, ഒരാളുടെ ഓവറാൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഈ 5 പോയിന്റ് ഡിസ്കസ് ചെയ്ത സമയത്തും വിശദീകരിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളെ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. ഇനി അത് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ അതിലുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾ ഇഗ്നോന്റെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ 5 കൺസെപ്റ്റ് ആണ് പഠിച്ചത്. ഒന്ന് ഫസ്റ്റ് എന്തായിരുന്നു? സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. രണ്ടാമത് എന്തായിരുന്നു? ഫ്ലോ. മൂന്നാമത് മീനിങ് വർക്ക്. നാലാമത്തത് എംപ്ലോയി എൻഗേജ്മെന്റ്. അഞ്ചാമത്തത് വെൽബീയിങ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലാസ്റ്റ് നമ്മൾ മൊത്തത്തിൽ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻസ് അറ്റ് വർക്ക് പ്ലേസ്. ഈ പോസിറ്റീവ് സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞതൊക്കെ, ഈ 5 ഇതെങ്ങനെ നമുക്ക് വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യാം? ആ കാര്യങ്ങൾ ഓരോ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ടോപ്പിക്. ഹലോ, ഓക്കെ, ജസ്റ്റ് മിസ്സായി പോയി. അപ്പോ ഇതാണ് ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു സാർ, ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക്സ് അലോട്ട്.